ഇറ്റലിയുടെ നേപ്പിൾസില് ഒരു കുഞ്ഞ് സ്ട്രീറ്റ് ഉണ്ട്. അവിടുത്തെ ആൾക്കാർ അതിനെ വിളിക്കുന്നത് വേണ്ട, ഇംഗ്ലീഷിൽ അതിന്റെ പേര് സ്പാനിഷ് ക്വാർട്ടേഴ്സ് എന്നാണ്. ഏതൊരു അർജന്റീനിയൻ ഫാനും അല്ല, ഏതൊരു ഫുട്ബോൾ ഫാനും അവിടെ പോയി കഴിഞ്ഞാൽ വാ പൊളിച്ചു നിന്ന് പോകും. അവിടെ ഇപ്പോഴും ഡിയേഗോ മറഡോണ ജീവിച്ചിരിപ്പുണ്ട്, മ്യൂറൽസിലൂടെയും ആർട്ടിലൂടെയും. ഒരു കട്ട ഫുട്ബോൾ ഫാനായ എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കഴിഞ്ഞ ഇറ്റലി ട്രിപ്പില് എന്നെയും കൊണ്ട് അവിടെ പോവാന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സ്ട്രീറ്റില് ഫ്രൈഡ് പിസ്സ കിട്ടും എന്നുള്ള ഒറ്റ കാര്യം കേട്ടപ്പോ ഞാൻ യെസ് പറഞ്ഞു. അവിടെ എത്തിയപ്പോ നമ്മൾ ആദ്യം കാണാൻ പോയത് മാരഡോണയുടെ മ്യൂറൽസ് ആണ്. സ്വാഭാവികം. പക്ഷെ അവിടെ എത്തി ആ മ്യൂറൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ ആ ഫ്രൈഡ് പിസ്സയുടെ കാര്യം ഞാൻ മറന്നുപോയി. മാരഡോണ നേപ്പിൾസ് വിട്ട് 34 കൊല്ലമായിട്ടും ഡ്രഗ്സിലും ലീഗൽ ഇഷ്യൂസിലും ഒക്കെ പെട്ടുപോയിട്ടും ആ നാട്ടുകാർക്ക് പുള്ളിക്കാരനോടുള്ള സ്നേഹം കണ്ടപ്പോ വലിയ ഫുട്ബോൾ ഫാൻ അല്ലാത്ത ഞാൻ പോലും സത്യം പറഞ്ഞ വണ്ടർ അടിച്ചുപോയി. കാരണം എന്താണെന്നറിയോ? നേപ്പിൾസ് ഒരു പാവപ്പെട്ട സിറ്റി ആയിരുന്നു. പല റിച്ചായ ഇറ്റാലിയൻ സിറ്റീസും അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ അവിടെ കട്ട ഫുട്ബോൾ ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അർജന്റീനയിൽ നിന്ന് ഡിയോഗോ മറഡോണ വരുന്നതും നേപ്പിൾസിനെ ആദ്യമായിട്ട് ഇറ്റാലിയൻ ചാമ്പ്യൻസ് ആക്കുന്നതും യൂറോപ്യൻ ചാമ്പ്യൻസ് ആക്കി മാറ്റുന്നതും. നമ്മൾ ഈ പഴങ്കഥകളിലൊക്കെ കേട്ടിട്ടില്ലേ, ഒരു പാവപ്പെട്ട ഗ്രാമം, അവർക്ക് അവിടുത്തെ റിച്ചായ ഭരണത്തിനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ഒരു വരത്തൻ ഹെൽപ്പിന് വരുന്നു. അയാൾ അവർക്ക് ശബ്ദം കൊടുക്കുന്നു, ധൈര്യം കൊടുക്കുന്നു, പ്രതീക്ഷ കൊടുക്കുന്നു, അഭിമാനം കൊടുക്കുന്നു. നേപ്പിൾസുകാർക്ക് അതായിരുന്നു മാരഡോണ. 34 കൊല്ലമായിട്ടും നേപ്പിൾസുകാരത് മറന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് സ്പാനിഷ് ക്വാർട്ടേഴ്സ് അഥവാ ക്വാർത്തേരി സ്പാനിയോട്. അങ്ങനെ അവിടെ ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഫ്രൈഡ് പിസ്സ കഴിക്കാൻ പോയി. ആ ഫ്രൈഡ് പിസ്സയുടെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം.